ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നല്ലൊരു മസാല കപ്പലണ്ടിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഈ ഒരു മസാല കപ്പലണ്ടി ഇഷ്ടമില്ലാത്തവരാരും തന്നെ ഉണ്ടാവില്ല അല്ലേ. നമുക്ക് എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടമുള്ളൊരു സ്നാക്സ് ആണ് ഇത്. നമ്മൾ കൂടുതലും ബേക്കറിയിൽ നിന്നൊക്കെയല്ലേ വാങ്ങിക്കാറ്. ഇത് പക്ഷേ നമുക്ക് വീട്ടിൽ വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കിയിട്ടൊക്കെ എടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ സ്കൂളൊക്കെ പൂട്ടാറായില്ലേ, പിള്ളേരൊക്കെ വീട്ടിലുണ്ടാവും, എപ്പോഴും അവർക്ക് സ്നാക്സിൻ്റെ ഒക്കെ ആവശ്യം വരും. അപ്പോൾ ഇതുപോലൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് നമുക്കിത് ഇടയ്ക്കൊക്കെ എടുത്തിട്ടൊക്കെ കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കൊരു മസാല കപ്പലണ്ടി എങ്ങനെയാണ് തയ്യാറാക്കിയിട്ട് എടുക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു മസാല കപ്പലണ്ടി തയ്യാറാക്കിയിട്ട് എടുക്കാനായിട്ട് ഞാനിവിടെ പച്ചയായിട്ട് കിട്ടുന്ന കപ്പലണ്ടി ഉണ്ടല്ലോ, അതാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഈ ഒരു മസാല കപ്പലണ്ടി ഉണ്ടാക്കിയിട്ട് എടുക്കാനായിട്ട് വറുത്തിട്ടൊക്കെ കിട്ടുന്ന കപ്പലണ്ടി ഉണ്ടല്ലോ, അത് വെച്ചിട്ടല്ല കേട്ടോ ഉണ്ടാക്കിയെടുക്കുക. പച്ചയായിട്ട് കിട്ടുന്ന കപ്പലണ്ടിയാണ് കൂടുതലും എടുക്കുക. പിന്നെ ഇതില്ലെങ്കിൽ പിന്നെ നമ്മൾ സാധാരണ കിട്ടുന്ന വറുത്തിട്ടുള്ള കപ്പലണ്ടി വെച്ചിട്ടൊക്കെ ചെയ്യാം കേട്ടോ. പക്ഷേ കൂടുതലും ഈ ഒരു റെസിപ്പി ചെയ്യുക പച്ചയായിട്ട് കിട്ടണ കപ്പലണ്ടി വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാനത് ഒരു 2 കപ്പോളം എടുത്തിട്ടാണ് ചെയ്യണത്. അപ്പോൾ അതിലധികം അഴുക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. നല്ല ഫ്രഷ് ആയിട്ടുള്ള കടല തന്നെയാണ്. അപ്പോൾ ഞാനിവിടെ 2 കപ്പോളം ഒന്ന് അളന്നെടുക്കുന്നുണ്ട്. കടല അളന്നെടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ വേറൊരു പാത്രത്തിലോട്ട് 1/2 കപ്പോളം കടലമാവാണ് ഇട്ട് കൊടുക്കുന്നത്. കടലമാവ് നമുക്ക് പിന്നീടൊക്കെ ആവശ്യമായിട്ട് വരും കേട്ടോ. അപ്പോൾ ആദ്യം ഒരു 1/2 കപ്പോളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ 1/4 കപ്പോളം അരിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. വറുത്ത അരിപ്പൊടി വേണം എടുക്കാൻ, എന്നാലാണിത് നല്ല ക്രിസ്പി ആയിട്ട് ഉണ്ടാവുള്ളൂ. ഇനി ഇതിലോട്ട് നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2.5 ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി ചില്ലി പൗഡറും 1 ടീസ്പൂൺ അളവിൽ നല്ല എരിവുള്ള മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിൻ്റെ അളവൊക്കെ നിങ്ങളുടെ എരിവിനൊക്കെ അനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ 3/4 ടേബിൾ സ്പൂൺ അളവിൽ കായത്തിൻ്റെ പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക. നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിക്കണ മസാല കപ്പലണ്ടി ഉണ്ടല്ലോ, അതിന് നല്ല കളറായിരിക്കും. അതിലവർ ഫുഡ് കളറൊക്കെ ചേർത്തിട്ടാണ് കേട്ടോ തയ്യാറാക്കിയിട്ട് എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കളറൊക്കെ വേണമെങ്കിൽ ഈ ഒരു സമയത്തൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിലേക്ക് ഞാനൊരു 4-5 അല്ലി വെളുത്തുള്ളി ചതച്ചത് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തൊലിയോട് കൂടിയിട്ട് ചതച്ചിട്ടാണ് കേട്ടോ അതിൽ ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതും കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് കൂടെ കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് നല്ല തിളച്ചിട്ടുള്ള ഓയിലാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കേണ്ടത്. ഞാനിവിടെ ഒരു തവിയോളം നല്ല തിളച്ച ഓയിലാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇതുപോലെ തിളച്ച ഓയിലൊക്കെ ഒഴിച്ച് കൊടുത്താൽ മാത്രമാണ് കേട്ടോ നമ്മുടെ ഒരു മസാല കപ്പലണ്ടി നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഈ ഒരു മസാല കപ്പലണ്ടി ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്ന ഓയിലിൽ നിന്നാണ് കേട്ടോ ഒരു തവി ഓയിൽ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഓയിൽ ഒഴിച്ച് കൊടുത്ത ഉടനെ തന്നെ ഇതൊന്ന് മിക്സ് ആക്കിയിട്ട് കൂടെ കൊടുക്കാം. ഓയിൽ ഒഴിച്ച് കൊടുത്ത് നല്ലോണം മിക്സ് ആക്കിയിട്ട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് നമുക്ക് കപ്പലണ്ടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ കപ്പലണ്ടിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുകയാണ്. കൈകൊണ്ട് തന്നെ വേണം കേട്ടോ അതൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാനായിട്ട്. അതിന് ശേഷം പിന്നെ ഇതിലേക്ക് നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതൊന്ന് കുഴച്ചെടുക്കുക. പച്ചവെള്ളമാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിത് കുഴച്ചെടുക്കുന്ന സമയത്ത് ഈ ഒരു കടലയിൽ നല്ലോണം അങ്ങനെ മസാല ഒക്കെ അങ്ങനെ പൊതിഞ്ഞിരിക്കുന്ന പരുവത്തിൽ വേണം കേട്ടോ അതൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാനായിട്ട്. അപ്പോൾ കുറേശ്ശൊക്കെ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് കുഴച്ചിട്ട് എടുത്താലും മതി. വെള്ളം കൂടി പോയിട്ടുണ്ടെങ്കിൽ ഇതിലോട്ട് നമ്മൾ വീണ്ടും കുറേ അധികം കടലമാവും അരിപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കേണ്ടതൊക്കെ ആയിട്ട് വരും കേട്ടോ. അപ്പോൾ ഇതിലൊരല്പം മസാലയുടെ കുറവായ പോലെ തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ കടലമാവ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരല്പം ഉപ്പും കൂടെ കുറവുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടാണ് ഇത് വീണ്ടും ഒന്നും കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുന്നത് കേട്ടോ. ഇതിലേക്ക് വേണമെങ്കിൽ നമുക്ക് അരിപ്പൊടി കൂടെ ഒരല്പമൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് വീണ്ടും അരിപ്പൊടി ഒന്നും ചേർത്ത് കൊടുക്കണില്ല കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ കൈ കൊണ്ടൊന്ന് കുഴച്ചെടുക്കുക. ഞാനിവിടുന്ന് നല്ലോണം ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിലിപ്പോൾ കറക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. മസാല ഒക്കെ നല്ല കറക്റ്റ് പാകത്തിനായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്ര മതി. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. എനിക്കിവിടെ ഒരു 1/4 കപ്പും പിന്നെ ഒരു അല്പം വെള്ളം മാത്രമാണ് കേട്ടോ ഇതിനായിട്ട് ആവശ്യം വന്നിട്ടുണ്ടായിരുന്നത്. ഇത് നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ ഇത് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം. ഇത് ഫ്രൈ ചെയ്തിട്ട് എടുക്കാനായിട്ടുള്ള ഓയിലൊക്കെ അതേ നല്ലോണം ചൂടാക്കി എടുക്കുന്നുണ്ട്. നല്ല തിളച്ചുകൊണ്ടിരിക്കുന്ന എണ്ണയിലേക്കൊന്നും ഇതിട്ട് കൊടുക്കരുത്. അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ കരിഞ്ഞിട്ടൊക്കെ പോകും. ഒരു മീഡിയം ചൂടിലുള്ള എണ്ണയിലേക്ക് വേണം ഇതിട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കാനായിട്ട്. അപ്പോൾ ഞാനിവിടെ കടല ഇതുപോലെയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഓരോന്നൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ട് എടുക്കുമ്പോൾ ഒരുപാട് ടൈം എടുക്കും കേട്ടോ. അപ്പോൾ നമ്മൾ കടല ഇട്ട് കൊടുത്തതിന് ശേഷം 1 സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ ഒരു തവി വെച്ചിട്ട് ഒന്ന് അടർത്തി കൂടെ ഇട്ട് കൊടുക്കട്ടെ. ഇതുപോലെ ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ അടർന്ന് വന്നോളും. ആ ഒരു മസാല ഒന്നും ഈ ഒരു കടലയിൽ നിന്നൊന്നും പോവുകയൊന്നും ചെയ്യില്ല കേട്ടോ. അപ്പോൾ നമ്മളിത് ഇട്ട് കൊടുത്ത ഉടനെ തന്നെ അല്ല ഇതുപോലെ ഇങ്ങനെ ചെയ്യണത്. 1 സെക്കൻഡ് അങ്ങ് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഇതുപോലെ അങ്ങനെ ഒന്ന് വിടിയിച്ച് കൊടുക്കുന്നത്. അപ്പോൾ പിന്നെ ആ ഒരു മസാല ഒന്നും പോകണ പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ നന്നായിട്ട് ഈ ഒരു കടല നമുക്ക് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഈ ഒരു കടല എങ്ങനെയാണ് ഫ്രൈ ആയിട്ട് ഉണ്ടെന്ന് എങ്ങനെയാണെന്ന് അറിയാമെന്ന് വെച്ചാൽ ഇതിങ്ങനെ നമ്മൾ ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്ന സമയത്ത് ഇതിൽ നിന്നിങ്ങനെ ഒരു പൊട്ടണ സൗണ്ട് വരും. 1-2 കടല ഇങ്ങനെ പൊട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്കിത് എടുത്ത് മാറ്റാം കേട്ടോ. പിന്നെ അധികം നേരം വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ കരിഞ്ഞിട്ടൊക്കെ പോകും. ഇതിപ്പോൾ നല്ല കളറായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഒരു കടല വെന്ത് വന്നിട്ടുണ്ട്. ചെറുതായിട്ട് ഇങ്ങനെ പൊട്ടണ സൗണ്ടൊക്കെ വരുന്നുണ്ട്. ഇനി ഇത് പെട്ടെന്ന് തന്നെ എടുത്ത് മാറ്റാം. ഇനി കൂടുതൽ സമയം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ കരിഞ്ഞിട്ടൊക്കെ പോകട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുള്ള കടലെല്ലാം റെഡി ആക്കി കിട്ടിയിട്ടുണ്ട്. ബാക്കിയുള്ളതെല്ലാം ഇതേപോലെ തന്നെ നമുക്ക് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ മസാല കപ്പലണ്ടി വീട്ടിൽ ഇതുവരെയായിട്ടും ട്രൈ ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഇത് നല്ലോണമൊക്കെ ഒന്ന് ചൂടാറി കഴിഞ്ഞാൽ മാത്രമാണ് കേട്ടോ നല്ല ക്രിസ്പി ആയിട്ട് ഉണ്ടാവുക.
ചൂടാറി കഴിഞ്ഞതിന് ശേഷം ഇതൊരു എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു ബോട്ടിലൊക്കെ ആക്കി വെക്കുകയാണെങ്കിൽ ഇത് നമുക്ക് 1 മാസം വരെയൊക്കെ വെച്ചിട്ടൊക്കെ ഉപയോഗിക്കാം കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവും. അപ്പോൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണേ. ഞാനിവിടെ എല്ലാം ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റിയതിന് ശേഷം ഈ ഒരു എണ്ണ ഉണ്ടല്ലോ ഇതിലോട്ട് കുറച്ച് കറിവേപ്പില കൂടെ ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. കറിവേപ്പില ഇട്ട് കൊടുക്കുമ്പോൾ മുഖമൊക്കെ ഒന്ന് മാറ്റി പിടിച്ചിട്ട് വേണം കേട്ടോ ഇട്ട് കൊടുക്കാനായിട്ട്. നല്ല സൗണ്ട് ഉണ്ടാവും, ഇങ്ങനെ പൊട്ടിത്തെറിക്കണ ഒരു സൗണ്ട് ഉണ്ടാവും കേട്ടോ. പിന്നെ ഈ ഒരു കറിവേപ്പിലയിൽ ഒരല്പം പോലും വെള്ളമില്ലാന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം വേണം കേട്ടോ ഒരു എണ്ണയിലൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ആക്കിയിട്ട് എടുക്കാനായിട്ട്. ഇപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള ഈ ഒരു മസാല കപ്പലണ്ടി ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇത് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം നല്ലോണം ചൂടാറാനൊക്കെ ആയിട്ട് മാറ്റി വെക്കണം കേട്ടോ. നല്ലോണം ചൂടാറി കഴിഞ്ഞാലാണ് ഇത് നല്ല ക്രിസ്പി ആയിട്ട് ഉണ്ടാവുക. ഇതിപ്പോൾ കണ്ടില്ലേ ചൂടൊക്കെ ആറിയിട്ടുണ്ട്, നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള കുപ്പിയിലേക്കൊക്കെ ആക്കി വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ മസാല കപ്പലണ്ടി തയ്യാറാക്കി നോക്കണം കേട്ടോ. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട്, ഉപകാരമായിട്ടുണ്ട് എന്ന് കരുതുന്നു. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനി അടുത്ത നല്ലൊരു റെസിപ്പി വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്